നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും. നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഒരുപാട് ഫോണ്ട് സ്റ്റൈലുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു ആപ്പും ഇല്ലാതെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വീഡിയോക്കകത്ത് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യണം, വളരെ മനോഹരമായ ഫോണ്ട് സ്റ്റൈലിലും കളറിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എഡിറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു മലയാളത്തിൽ ഫോണ്ട് ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഫോട്ടോക്കകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ മനോഹരമായ വ്യത്യസ്തമായ രീതിയിൽ നല്ല അടിപൊളി സ്റ്റൈൽ ആൻഡ് ടെക്സ്റ്റ് മെസ്സേജുകൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് തരുന്ന ഒരു സൗകര്യം ഒരു ആപ്പും ഡൗൺലോഡ് ചെയ്യേണ്ട നിങ്ങളുടെ ഫോണിനകത്തുനിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ ഞാൻ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഫോണ്ട് എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മീ മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുകളിൽ തന്നെ ഫോണ്ട് മീ മലയാളം എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. പരസ്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ട, നേരെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരിക. ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ എൻ്റർ യുവർ ടെക്സ്റ്റ് ഹെയർ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിനകത്ത് നിങ്ങൾക്ക് എന്താണോ ടെക്സ്റ്റ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ മലയാളം ടെക്നോളജി എന്ന് എഴുതാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇത്തരത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഞാനിവിടെ മലയാളം ടെക്നോളജി എന്ന് ഇവിടെ എഴുതിയത് കാണാൻ സാധിക്കും. താഴെ നമുക്ക് അതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ, മലയാളത്തിൽ ഏത് രീതിയിലുള്ള ഫോണ്ട് സ്റ്റൈലാണ് വേണ്ടതെന്ന് അതിവിടെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഫോണ്ട് സ്റ്റൈലുകൾ നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ വളരെ മനോഹരമായ രീതിയിലൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഫോണ്ട് സ്റ്റൈൽ എടുത്തിരിക്കുകയാണ്, മലയാളം എന്നുള്ളത്. താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അതിവിടെ മലയാളത്തിൽ എഴുതിയത് കാണാൻ സാധിക്കും. മലയാളം ടെക്നോളജി എന്നുള്ളത് മലയാളത്തിൽ എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ ഈ മലയാളം എന്ന് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്ത് നേരെ താഴെ എൻ്റർ ഫോണ്ട് സൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ വലിയ ഫോണ്ടാണ് വേണ്ടതെങ്കിൽ വലിയ ഫോണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു 200 250 ഉള്ളിൽ ഇത് വെച്ച് കൊടുക്കുക. ഈ ലൈന് പിടിച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ മതി. ഇത് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അതിന് താഴെ ഭാഗത്ത് നിങ്ങൾക്ക് ഫോണ്ടുകൾ വ്യത്യസ്ത ഡിസൈനിലാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഓരോ രീതിയിലുള്ള ഡിസൈനുകളുണ്ട്. നിങ്ങൾക്ക് ഓരോന്നും ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. താഴെ ഭാഗത്തേക്ക് നോക്കും, നമ്മൾ മലയാളം ടെക്നോളജി എന്നുള്ളത് മറ്റൊരു ഫോണ്ട് കളർ ചേഞ്ചിലേക്ക് മാറിയിട്ടുണ്ട്. അവിടുത്തെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഡിസൈനുകളുണ്ട്. ഞാനിപ്പോൾ എല്ലാം കൂടെ പരിചയപ്പെടുത്തുമ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് 1-2 ടെക്സ്റ്റിൽ മാത്രം ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഫോണ്ട് സ്റ്റൈൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഒരു ബ്ലൂ കളർ കാണും. ചിലപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് മറ്റ് കളറായിരിക്കും. അതിനകത്തുനിന്ന് ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫോണ്ട് സ്റ്റൈൽ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് സെലക്ട് ചെയ്യുന്ന കളർ ഏതാണെന്ന് താഴെ നമുക്ക് ആ ടെക്സ്റ്റ് ചെയ്തത് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഡബിൾ കളർ വേണമെങ്കിൽ അതും സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നമ്മൾ ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ ജനറേറ്റ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യമുള്ള ഫോണ്ട് സ്റ്റൈലുകൾ അതുപോലെ തന്നെ കളർ ചേഞ്ചുകളൊക്കെ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ കുറച്ചുകൂടെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു മലയാളം ടെക്നോളജി ചെയ്തിട്ടുണ്ട്. കളർ വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഒരുപാട് തരത്തിലുള്ള ഫോണ്ട് സ്റ്റൈലുകളുണ്ട്. നിങ്ങൾക്ക് ഓരോന്നും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഷാഡോ ഉള്ളത്, ഷാഡോ ഇല്ലാത്തത്, ബെൻഡായിട്ട് കിടക്കുന്നത്, അതുപോലെ തന്നെ കർവ് രീതിയിലുള്ളത്, അങ്ങനെ ഒരുപാട് രീതിയിലുള്ള ഫോണ്ട് സ്റ്റൈൽ നിങ്ങൾക്ക് ഇതിനകത്ത് ലഭ്യമാണ്. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏത് രീതിയിലാണ് വേണ്ടത് അതുപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആ ഫോണ്ട് നിങ്ങളിപ്പോൾ റെഡി ആയത് ഇവിടെ ജനറേറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നേരെ താഴെ നിങ്ങളുടെ ഫോണ്ട് കാണും. അതിനകത്ത് ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ലോങ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഡൗൺലോഡ് ഇമേജ് എന്ന് കാണും ലോങ് പ്രസ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഈ ഒരു വെബ്സൈറ്റ് അകത്ത് നിങ്ങൾ താഴെ ഭാഗത്ത് നോക്കിയാൽ മലയാളത്തിൽ മാത്രമല്ല നിങ്ങൾക്ക് ഹിന്ദി, ഇംഗ്ലീഷ്, അതുപോലെ തന്നെ തമിഴ്, ചൈനീസ് ലാംഗ്വേജുകളൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അറബിക്ക്, അതുപോലെ തന്നെ സിഗ്നേച്ചർ ഫോണ്ട്, ഓൾഡ് ഇംഗ്ലീഷ് ഫോണ്ട്, ഇങ്ങനെ ഒരുപാട് ഫോണ്ട് സ്റ്റൈലുകളുണ്ട്. ഈ മലയാളം മാത്രമല്ല, മലയാളത്തിൽ തന്നെ ഒരുപാട് ഫോണ്ടുകളും അതുപോലെ തന്നെ വ്യത്യസ്ത ലാംഗ്വേജുകളൊക്കെ ഇത്തരത്തിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് എടുക്കാൻ സാധിക്കും. താഴെ ഭാഗത്ത് ബ്രഷ് ഫോണ്ട്, അങ്ങനെ ഓരോന്നും ഇതിനകത്തുണ്ട്. ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ജസ്റ്റ് മലയാളം മാത്രമാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അതിനുശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഇനി നിങ്ങൾക്ക് എവിടെയാണ് വീഡിയോക്കകത്താണെങ്കിൽ നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഏത് ആപ്പാണെങ്കിൽ വീഡിയോയിൽ കൊണ്ടുപോയി അതിനകത്ത് നിങ്ങൾക്ക് ഇമേജ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഒരു ടെക്സ്റ്റ് നമുക്ക് ഇമേജ് ഭാഗത്ത് ഇതുപോലെ ഇമേജ് സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നേക്കാൻ സാധിക്കും. നമ്മൾ ആ ഫോണ്ട് സ്റ്റൈലുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ PNG ഫയലായിട്ടാണ് ഡൗൺലോഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല. നിങ്ങൾക്ക് എവിടെയാണോ ആവശ്യമുള്ളത് അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി. ഫോട്ടോയിലാണെങ്കിൽ ഫോട്ടോയിൽ കൊണ്ടുവെക്കാം, വീഡിയോക്കകത്താണെങ്കിൽ വീഡിയോ കൊണ്ടുവെക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏത് രീതിയിൽ വേണമെങ്കിലും കൊണ്ടുപോയി വെക്കാൻ സാധിക്കും. വളരെ മനോഹരമായിട്ട് ഒരു ആപ്പിൻ്റെയും സഹായമില്ലാതെ നിങ്ങൾക്കിത് എഡിറ്റ് ചെയ്യാൻ, ഫോട്ടോയിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും ഒക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.